നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തടഞ്ഞുവെച്ച അലവൻസ് ഉടൻ വിതരണം ചെയ്യണമെന്ന ആവശ്യം ലൈബ്രറിയൻസ് യൂണിയൻ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. അവാർഡ് തിളക്കത്തിൽ അമീബ, ആത്മസംതൃപ്തിയോടെ മനോജ് ഖാന. മാരത്തോൺ ശനിയാഴ്ച, ആവേശത്തോടെ കാസർഗോഡ്. വായ്പകൾ കുറച്ച് ജില്ലാ സഹകരണ ബാങ്ക്, ശാഖകളിൽ പ്രത്യേക സംവിധാനം. തകർന്ന് തരിപ്പണമായി റോഡ്, അധികൃതരുടെ മെല്ലെപ്പോക്കിനെതിരെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ലൈബ്രറിയന്മാരുടെ തടഞ്ഞുവെച്ച അലവൻസ് 200 രൂപ ഉടൻ വിതരണം ചെയ്യുക, ലൈബ്രറിയന്മാരെ പാർട്ട്-ടൈം ജീവനക്കാരാക്കുക, ലൈബ്രറിയന്മാർക്ക് ക്ഷേമനിധിയും തിരിച്ചറിയൽ കാർഡും ഏർപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. കെ കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ തടഞ്ഞുവെക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ കുറേ വർഷമായി ഈ ഗവൺമെന്റ് വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലൈബ്രറിയെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയും അതിന്റെ ഭരണസമിതി പിരിച്ചുവിടാൻ തീരുമാനിക്കുകയും അവസാനം കോടതിയിലൊക്കെ പോയി കോടതിയുടെ ഇടപെടലിന്റെ ഫലമായിട്ടാണ് ലൈബ്രറി കൗൺസിൽ പിരിച്ചുവിടാതെ നിൽക്കാനാണ് അവസരമുണ്ടായത്. അതിനുശേഷം കോടതി ഇടപെട്ട് നിലനിർത്തിക്കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചപ്പോൾ ഗവൺമെന്റ് അതിന് കൊടുക്കേണ്ട ഗ്രാന്റ് പോലും കൊടുക്കാതെ വലിയ പ്രശ്നമുണ്ടാക്കുകയാണ് ചെയ്തത്. പല പ്രാവശ്യം ഞങ്ങൾ നിയമസഭയുടെ അകത്തും പുറത്തും ഈ കാര്യം കൊണ്ടുവരികയും പ്രധാന കാര്യങ്ങളിൽ ഉന്നയിച്ച നിയമസഭയുടെ അകത്ത് പ്രക്ഷോഭം നടത്തിയ അവസരത്തിൽ ബഹുമാന്യായ വിദ്യാഭ്യാസ മന്ത്രി പരസ്യമായി പറഞ്ഞത് ആ ലൈബ്രറി കൗൺസിൽ എന്ന പ്രസ്ഥാനം ഇന്ന് ചില ആളുടെ കയ്യിൽ കൂടി പലതരത്തിലെ കളി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ജില്ലാ പ്രസിഡന്റ് BV സീമ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. P ലിനേഷ് സ്വാഗതം പറഞ്ഞു. ലൈബ്രറി കൗൺസിൽ കാസർഗോഡ് താലൂക്ക് സെക്രട്ടറി K ദാമോദരൻ, TK ഗംഗാധരൻ, പുരുഷോത്തമൻ, BV ശശി തുടങ്ങിയവർ സംസാരിച്ചു. അവാർഡ് തിളക്കത്തിൽ അമീബ, ആത്മസംതൃപ്തിയിൽ മനോജ് ഖാന. എൻഡോസൾഫാന്റെ ദുരിത കാഴ്ചയാണ് അമീബ വരഞ്ഞു കാണിച്ചത്. എൻഡോസൾഫാൻ ദുരിതത്തിന്റെ പച്ചയായ അനുഭവങ്ങളാണ് അമീബയിലൂടെ മനോജ് ഖാന വരച്ചു കാണിച്ചത്. മികച്ച രണ്ടാമത്തെ ചിത്രമായി അമീബയെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അത് മനുഷ്യത്വപരമായ പ്രവർത്തനത്തിനുള്ള അംഗീകാരമായി. അത് ഓരോ ജൂറിയുടെ ഓരോരാളും അവരവരേതായ കാഴ്ചയും കാഴ്ചപ്പാടും വെച്ചിട്ടാണ് സിനിമ കാണുന്നത്, അവർ വിലയിരുത്തുന്നത്. അപ്പോൾ കിട്ടിയതിൽ നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട്. പക്ഷേ ആത്യന്തികമായി ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്, ഒരു സിനിമ ഉണ്ടാക്കുന്നത് മറ്റെല്ലാത്തിനും ഉപരി ജനങ്ങളുമായി ഇടപഴകാനും നമുക്ക് പറയാനുള്ളത് പറയാനും ഒരഭിപ്രായം രൂപീകരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അത് ഞങ്ങളുടെ സിനിമ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുക. ഏത് സിനിമയായാലും ആ സിനിമയുടെ ഉദ്ദേശം ആ സിനിമ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു അവാർഡിന് വേണ്ടിയുള്ള അങ്ങനെ ഉണ്ടാക്കിയൊരു സിനിമയല്ല. പക്ഷേ കിട്ടുന്ന അവാർഡുകൾ നമുക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ ഇനിയും അയക്കും. പക്ഷെ കിട്ടാത്തതിൽ വലിയ വിഷമവുമില്ല. പ്രസ് ക്ലബ് പ്രസിഡന്റ് സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഗുഡ് മോർണിംഗ് കാസർഗോഡ് സൗഹാർദ്ദത്തിന്റെ മാരത്തോണിന് കാസർഗോഡ് ഒരുങ്ങി. മാർച്ച് 6-നാണ് മത്സരം. മനുഷ്യർക്കിടയിൽ നന്മയും സൗഹാർദ്ദവും അസ്തമിച്ചു പോകുന്ന വർത്തമാനകാലത്ത് നന്മയുടെ പുതിയ സന്ദേശം പകർന്നുകൊണ്ടാണ് സൗഹാർദ്ദത്തിന്റെ മാരത്തൺ മത്സരം സംഘടിപ്പിക്കുന്നത്. പ്രഭാതങ്ങളുടെ പ്രസരിപ്പ് തേടി കാസർഗോഡ് താളിപ്പടുപ്പ് മൈതാനിയിലേക്ക് വ്യായാമത്തിനെത്തുന്ന സുഹൃത്തുക്കളാണ് സൗഹാർദ്ദത്തിന്റെ മാരത്തൺ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് കാസർഗോഡ് താളിപ്പടുപ്പ് മൈതാനിയിലേക്ക് നടക്കുന്ന മത്സരം സൗഹാർദ്ദത്തിന്റെ പുതിയ തിളക്കമായി മാറും. മാർച്ച് 6-ന് നടക്കുന്ന മത്സരത്തിൽ എല്ലാ വിഭാഗം ആളുകൾക്കും പങ്കെടുക്കാം. പുരുഷ വനിതാ ചാമ്പ്യന്മാർക്ക് പ്രത്യേക പ്രൈസ് മണികളാണ് ഒരുക്കിയിട്ടുള്ളത്. പുരുഷന്മാർക്ക് യഥാക്രമം 5000, 3000, 2000 രൂപയും വനിതകൾക്ക് 3000, 2000, 1000 രൂപയുമാണ് പ്രൈസ് മണി. മാരത്തണിന്റെ മുന്നോടിയായുള്ള ട്രയൽസ് കാസർഗോഡ് നടന്നു. മാരത്തൺ കാസർഗോഡിന് പുതിയ ആവേശവും ആഹ്ലാദവും പകരുന്നതായി മാറും. ജില്ലാ സഹകരണ ബാങ്ക് വായ്പാ പലിശ നിരക്കുകൾ കുറച്ചു. ഇതിനായി 45 ശാഖകളിലും പ്രത്യേക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുതിയ തീരുമാനപ്രകാരം സ്വർണ്ണപ്പണ്ട പണയത്തിന്മേൽ ഒരു മാസത്തേക്ക് 9.5% പലിശ നിരക്കിൽ പവന് 17,000 രൂപ പ്രകാരം ഒരാൾക്ക് 30 ലക്ഷം രൂപ വരെ വായ്പ നൽകും. 3 മാസം, 6 മാസം, 1 വർഷ കാലയളവുകളിലും 30 ലക്ഷം രൂപ വരെ സ്വർണ്ണപ്പണ്ട പണയ വായ്പ ലഭ്യമാണ്. കാർഷിക ആവശ്യങ്ങൾക്കായി 7% പലിശ നിരക്കിൽ 1 ലക്ഷം രൂപ വരെയും സ്വർണ്ണ പണയ വായ്പ അനുവദിക്കും. ഭവന വായ്പയുടെ പലിശ 9.95% കുറച്ചതോടൊപ്പം കാലാവധി 20 വർഷമായി ദീർഘിപ്പിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ജനറൽ മാനേജർ എ അനിൽകുമാർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർമാരായ കെ രാജൻ, ഇ ജനാർദ്ദൻ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ സി സഹദ് തുടങ്ങിയവർ സംബന്ധിച്ചു.
റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിൽ അധികൃതർക്ക് മെല്ലെപ്പോക്ക് നയമെന്ന് വ്യാപകമായ വിമർശനം. അധികൃതർക്കെതിരെ പല കോണുകളിൽ നിന്നും ശക്തമായ ജനരോഷമാണ് ഉയരുന്നത്. ചീമേനിയിൽ നിന്നുള്ളവർ നീലേശ്വരത്തെ പൊതുമരാമത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചീമേനി, പോത്താങ്കണ്ടം, അന്നൂട്ടി, മാനളം, കൂളിയാട്, പെട്ടിക്കുണ്ട്, പള്ളിപ്പാറ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് CPIM ചീമേനി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീലേശ്വരം PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MP ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. VV ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി KP വത്സലൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ദിലീപ് തങ്കച്ചൻ, MV ഗീത, PV ദാമോദരൻ, K ബാലകൃഷ്ണൻ, K സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ബഡാജെ ALP സ്കൂൾ വാർഷികോത്സവവും അടുക്കള ഉദ്ഘാടനവും പ്രൗഢമായ ചടങ്ങിൽ നടന്നു. നിരവധി പേർ പങ്കെടുത്തു. ബഡാജെ ALP സ്കൂൾ അങ്കണത്തിലായിരുന്നു പരിപാടി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അർഷദ് വർക്കടി ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസി സാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അസീന അമീദ്, KK അബ്ദുറഹ്മാൻ, നന്ദികേശൻ, മഞ്ചേശ്വരം SI പ്രമോദ് കുമാർ, വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ യക്ഷഗാന ഗവേഷണ കേന്ദ്രവും ലൈബ്രറിയും തുടങ്ങി. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. യക്ഷഗാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ, യക്ഷഗാന വേഷങ്ങൾ, ആഭരണങ്ങൾ, വാദ്യോപകരണങ്ങളായ ചക്രതാളം, താളം, ഹാർമോണിയം, മൃദംഗം, ചെണ്ട തുടങ്ങിയവയുടെ മാതൃകയും മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. യക്ഷഗാന ഗവേഷണ കേന്ദ്രവും ലൈബ്രറിയും നെല്ലിക്കുന്ന് MLA ആണ് ഉദ്ഘാടനം ചെയ്തത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ സ്ഥാപിക്കുന്നതിന് 5 ലക്ഷം രൂപ നീക്കിവെക്കണമെന്ന് ഞാൻ അഭിപ്രായപ്പെട്ടു. ആ യോഗം ഈ റിസർച്ച് സെന്റർ ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും. നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കളക്ടർ E ദേവദാസൻ, കർണാടക യക്ഷഗാന ബയലാട്ട് അക്കാദമി അംഗം താരനാഥ വർക്കടി, നഗരസഭാ അംഗം K സവിത, കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ C ബാബുരാജ്, കന്നഡ വിഭാഗം മേധാവി S സുജാത തുടങ്ങിയവർ സംബന്ധിച്ചു. ആത്മീയത പകർന്ന് നടാവലി മഹോത്സവം. കുമ്പള നാരായണമംഗലം ചിരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ഉത്സവത്തിലേക്ക് നിരവധി ഭക്തജനങ്ങളെത്തി. നടാവലി മഹോത്സവം 3 ദിവസങ്ങളിലായി വിവിധ താന്ത്രിക സാംസ്കാരിക പരിപാടികളോടെ അരങ്ങേറി. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെ നവഗ്രഹ ശാന്തിയോടുകൂടി ചടങ്ങിന് തുടക്കമായി. B ഗോപാല ചെട്ടിയാർ അധ്യക്ഷനായി. ചടങ്ങിൽ CK ഭാസ്കരൻ മുഖ്യാതിഥിയായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ യക്ഷഗാന ബയലാട്ടവും വിവിധ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. 50 സ്ത്രീകൾ അണിനിരുന്ന തിരുവാതിര നടന്നു. ധാർമ്മിക സമ്മേളനത്തിൽ K രാമചന്ദ്ര സോമേശ്വര അധ്യക്ഷത വഹിച്ചു. പ്രസാദ് ഗുരുജി ധാർമ്മിക പ്രഭാഷണം നടത്തി. പെരിയ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ നിർമ്മിച്ച ഹരികുമാർ സ്മാരക ബസ് കാത്തിരിപ്പ് കേന്ദ്രം യാത്രികർക്കായി തുറന്നുകൊടുത്തു. പെരിയാസ് ക്ലബ് പ്രവർത്തകരാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. പെരിയ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും മഹാത്മാ ബഡ് സ്കൂളിലും എത്തുന്ന യാത്രികർക്കായി പെരിയാസിന്റെ പ്രവർത്തകരാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. പെരിയാസിന്റെ പ്രവർത്തകനായ ഹരികുമാറിന്റെ സ്മരണയ്ക്കായാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. മെഡിക്കൽ ഓഫീസർ ശ്രീജിത്ത് കൃഷ്ണൻ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷനായി. ക്ലബ് പ്രവർത്തകരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. വാഴുന്നോറോടി സ്വരലയ സാംസ്കാരിക വേദിയുടെ രജത ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം നടന്നു. വാഴുന്നോറടി സ്വരലയ സാംസ്കാരിക വേദിയുടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. മഴ പേടിച്ച് വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ ചന്ദനമഴ.
അതാണ് പുതിയ നമ്മുടെ ഈ ഇപ്പോഴത്തെ ഒരു അവസ്ഥാവിശേഷം. അനിൽ വാഴ്ന്നൂരടി അധ്യക്ഷനായി. എൻഡോസൾഫാൻ സമരനായിക മുനീസ അമ്പലത്തറ മുഖ്യ അതിഥിയായിരുന്നു. നമുക്കിപ്പം നമ്മളെ നോക്കാൻ സമയമില്ലാത്ത ഒരു അവസ്ഥയെ കുറിച്ചൊക്കെ മാഷ് വളരെ ഇതായിട്ട് പറഞ്ഞു. കാരണം മക്കളോട് സംസാരിക്കാൻ അച്ഛനമ്മമാർക്ക് നേരമില്ല, അച്ഛനമ്മമാരോട് സംസാരിക്കാൻ മക്കൾക്ക് നേരമില്ല, സഹോദരങ്ങൾക്ക് പരസ്പരം സംസാരിക്കാൻ നേരമില്ല. എന്താണ് ഇന്ന് അടുക്കളയിൽ ഭക്ഷണത്തിന് എന്താണ് എന്ന് വാട്സപ്പ് വഴി ചോദിക്കേണ്ട ഒരു സാഹചര്യവും അതുപോലെ യാത്ര പറഞ്ഞിറങ്ങുന്നതും ഒക്കെ വാട്സപ്പ് വഴിയും ഒക്കെ ആയിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഉപ്പിലിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് പുഷ്പ, കൗൺസിലർ ഭാഗീരഥി, ജയരാജൻ വാഴ്ന്നൂരടി, സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർലയ സെക്രട്ടറി AV ബാലകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് കോഴിക്കോട് രംഗഭാഷ അവതരിപ്പിച്ച വർത്തമാനത്തിലേക്കൊരു സത്യവാൻ സാവിത്രി നാടകവും അരങ്ങേറി. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ P. ജയചന്ദ്രനടക്കം പ്രമുഖർ ആലപിച്ച ഗാനങ്ങൾ കോർത്തിണക്കിയ നിറദീപം ഓഡിയോ CD നീലേശ്വരത്ത് നടന്ന ചടങ്ങിൽ കണ്ണൂർ ആകാശവാണി ഡയറക്ടർ K. ബാലചന്ദ്രൻ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ മുഖ്യാതിഥിയായി. നീലേശ്വരം തെരു 500 വീരർക്കാവ് ദേവസ്വം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി പ്രോഗ്രാം കമ്മിറ്റി തയ്യാറാക്കിയ ഓഡിയോ CD നിറദീപത്തിന്റെ പ്രകാശന കർമ്മമാണ് ഞായറാഴ്ച ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. കോറമംഗലം നാരായണൻ നമ്പൂതിരി ഗാനരചനയും പ്രശാന്ത് നെട്ടൂർ സംഗീതവും നിർവഹിച്ച് പിന്നണി ഗായകൻ P. ജയചന്ദ്രൻ ആലപിച്ച CD-യുടെ പ്രകാശന കർമ്മം ആകാശവാണി പ്രോഗ്രാം മേധാവി K. ബാലചന്ദ്രൻ നിർവഹിച്ചു. അതനുസരിച്ച് പുതുക്കൂടി വെച്ചു. അതായത് എല്ലാ മംഗളങ്ങളും നേരിടും വിവാഹത്തിനാണ്. ഞാൻ പറഞ്ഞു ജയരാജ മാഷക്ക് ഒരു കുസൃതിയാണ് ജയരാജ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ജയരാജ മാഷക്ക് എല്ലാ കുസൃതികളും ഇഷ്ടമാണ്. കാരണം തീർത്ത് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരിക്കലാണ് ജയരാജ മാഷ്. അതുകൊണ്ട് മാഷ് അതൊരു പറഞ്ഞു ഇങ്ങോട്ട് അതുകൊണ്ടാണ് നഗരസഭയുടെ തീരുമാനം പറഞ്ഞപ്പോൾ സ്വാമിജി ഒന്നും അതുപോലെ മടി കൂടാതെ അനുസരിക്കാൻ തയ്യാറാണ്. സംസ്ഥാന അവാർഡ് ജേതാവ് രാജമോഹൻ മാസ്റ്റർ CD പരിചയപ്പെടുത്തി. KP ജയരാജൻ, KC മാനവർമ്മരാജ, KV രാജേന്ദ്രൻ, KK ബാലകൃഷ്ണൻ, PV രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തടഞ്ഞുവെച്ച അലവൻസ് ഉടൻ വിതരണം ചെയ്യണമെന്ന ആവശ്യം ലൈബ്രറിയൻസ് യൂണിയൻ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. അവാർഡ് തിളക്കത്തിൽ അമീബ, ആത്മസംതൃപ്തിയോടെ മനോജ് ഖാന. മാരത്തോൺ ശനിയാഴ്ച, ആവേശത്തോടെ കാസർഗോഡ്. വായ്പകൾ കുറച്ച് ജില്ലാ സഹകരണ ബാങ്ക്, ശാഖകളിൽ പ്രത്യേക സംവിധാനം. തകർന്ന് തരിപ്പണമായി റോഡ്, അധികൃതരുടെ മെല്ലെപ്പോക്കിനെതിരെ പ്രതിഷേധം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.